Dear students, welcome to Sapphire Board Booster series. Today, we are going to discuss about adaptive radiation and Hardy-Weinberg equilibrium. Yes, first, adaptive radiation. What is adaptive radiation? It is an evolutionary process in which an ancestral stock give rise to new species. An ancestral stock give rise to new species adapted to new habitats and new ways of life. എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് ഇതൊരു എവല്യൂഷണറി പ്രോസസ് ആണ്. അവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു ആൻസിസ്ട്രൽ നിന്നും പലതരത്തിലുള്ള അതായത് ആൻസിസ്ട്രൽ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ആൻസിസ്റ്റർ, അവിടെ നിന്ന് എന്ത് സംഭവിക്കും? ഗിവ് റൈസ് ടു ന്യൂ സ്പീഷീസ്. അതിൽ നിന്നും പലതരത്തിലുള്ള പുതിയ സ്പീഷീസ് ഉണ്ടാകും. എവിടെ ഉണ്ടാകുന്നത്? ടു ന്യൂ ഹാബിറ്റാറ്റ് ആൻഡ് ന്യൂ വേ ഓഫ് ലൈഫ്. ഇതിന് രണ്ട് എക്സാമ്പിളാണ് നമുക്കുള്ളത്. ഒന്ന് ഡാർവിൻ ഫിഞ്ചസ് എന്ന് പറയും, അതുപോലെ രണ്ടാമത്തത് ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസ്. ഡാർവിൻ ഫിഞ്ചസ് എന്ന് പറയുന്നത് ഒരു ചെറിയ ബേർഡ് ആണ്, പിന്നെ ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസ്. അപ്പൊ അഡാപ്റ്റീവ് റേഡിയേഷൻ പറയുന്നത് ഒരു ആൻസിസ്ട്രൽ സ്റ്റോക്കിൽ നിന്നും നമുക്ക് പുതിയ തരത്തിലുള്ള വെറൈറ്റീസ്, അത് പുതിയ ഹാബിറ്റാറ്റ്സ്, അവർ എവിടെയാണോ അവർ താമസിക്കുന്നത്, എവിടെയാണോ അവരുടെ ഹാബിറ്റാറ്റ്, അതനുസരിച്ച് പുതിയ സ്പീഷീസ് ഉണ്ടാകും. അതിനകത്ത് ആദ്യം പറഞ്ഞിരിക്കുന്നത് ഡാർവിൻ ഫിഞ്ചസിനെ കുറിച്ചാണ്. ആ ഫിഞ്ചസിന്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡാർവിൻ ആണ് ഇത് പറയുന്നത്. ഡാർവിൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഡാർവിൻ ഒബ്സർവ്ഡ് മെനി വെറൈറ്റീസ് ഓഫ് ഫിഞ്ചസ് ഇൻ സെയിം ഐലൻഡ്. മെനി വെറൈറ്റി ഓഫ് ഫിഞ്ചസ്, ഒരേ ഐലൻഡിൽ തന്നെ പല വെറൈറ്റീസ് ഓഫ് ഫിഞ്ചസ് ഉണ്ടായിരിക്കും എന്നാ പറയുന്നത്. ആ വെറൈറ്റി നിങ്ങൾ ഇവിടെ നോക്കിയേ, ഓരോന്നിന്റെയും ബീക്കിലാണ് ഡിഫറൻസ്. ബീക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ കൊക്കിലാണ് ഡിഫറൻസ് വന്നിരിക്കുന്നത്. ഓരോന്നിന്റെയും ബീക്കിലുള്ള വ്യത്യാസം നിങ്ങൾ നോക്ക്. ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ, തേർഡ് വൺ, ഫോർത്ത് വൺ. കണ്ടോ, ഓരോന്നിന്റെയും ബീക്കിൽ വ്യത്യാസമുണ്ട്. പക്ഷെ ഇവരെല്ലാവരും എവിടെയാണ്? അത് ഒരേ ഐലൻഡിൽ തന്നെയാണ്. അപ്പൊ എന്തായിരിക്കും അതിന്റെ ബീക്കിന് വ്യത്യാസം വരാനുള്ള കാരണം? All varieties of finches are evolved from original seed eating finches. അതായത് ഈ വെറൈറ്റീസ് എല്ലാം ഫോം ചെയ്തത് എവിടെ നിന്നാണ്? ഫ്രം എ സിംഗിൾ ആൻസിസ്റ്റർ. ആരാ ആ സിംഗിൾ ആൻസിസ്റ്റർ എന്ന് പറയുന്നത്? ഒറിജിനൽ സീഡ് ഈറ്റിംഗ് ഫിഞ്ചസ് ആണ്. അപ്പൊ അവരുടെ ഒറിജിനൽ ബേർഡ് എന്ന് പറയുന്നത്, അവരുടെ ഫുഡ് എന്താ? സീഡ് ഈറ്റേഴ്സ് ആണ്. അവര് സീഡാണ് കഴിക്കുന്നത്. There was alteration in beaks enabling some of them become insectivorous and some of them are vegetarians. Some of them are cactus feeders. Some of them eat wood insects present inside the wood. എന്ന് പറഞ്ഞാൽ എന്താ? ഓരോന്നിന്റെയും ഫീഡിംഗ് പാറ്റേൺ ഡിഫറെന്റ് ആണ്. ഈ ഫീഡിംഗ് പാറ്റേൺ ഡിഫറെന്റ് ആയി കഴിഞ്ഞപ്പോൾ അവരുടെ ബീക്സ് ക്യാൻ ചേഞ്ച്, അല്ലേ? അവരുടെ ബീക്സിൽ വ്യത്യാസങ്ങൾ വന്നു. ചിലരാരാണ്? ഇൻസെക്ടിവോറസ് ആണ്. ചിലത് സീഡേറ്റേഴ്സ് ആണെങ്കിൽ അതിന്റെ നോർമൽ ആൻസിസ്ട്രൽ ഫോംസ് തന്നെയായിരിക്കും. ചിലർ കഴിച്ചത് വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചു, അല്ലെങ്കിൽ ചിലർ ടെൻഡർ ലീവ്സ് കഴിച്ചു. ചിലത് ഇൻസെക്റ്റിനെ തന്നെ വുഡ് പെക്കർ ചെയ്യുന്നത് പോലെ വുഡിൽ നിന്നും കൊത്തി കഴിച്ചു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഓരോന്നിന്റെയും ബീക്കിൽ വ്യത്യാസം വന്നു. പക്ഷേ ഈ ഡിഫറെന്റ് ബീക്കുള്ള ഫിഞ്ചസ് എവിടെ തന്നെയാണ് കണ്ടത്? ഒരേ ഐലൻഡിൽ തന്നെയാണ് കണ്ടത്. അതാണ് there was alteration in beaks enabling some to become insectivorous and some vegetarians. Darwin finches are example of adaptive radiation and divergent evolution. അപ്പോൾ ഡാർവിൻ ഫിഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താ? അത് അഡാപ്റ്റീവ് റേഡിയേഷൻ ആണ്, അഡാപ്റ്റേഷന് വേണ്ടി വന്ന ചേഞ്ചസ് ആണ്. അതുപോലെ തന്നെ അവരെന്താണെന്ന് പറയുന്നത്? ഡൈവേർജന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരെണ്ണത്തിൽ നിന്നും, നമ്മൾ പറഞ്ഞു സീഡ് ഈറ്റർ എന്ന് പറയുന്ന ഒരെണ്ണം അല്ലേ, ഇവരല്ലേ സീഡ് ഈറ്റർ എന്ന് പറയുന്നത്, അല്ലേ? ഈ സീഡ് ഈറ്ററിൽ നിന്നും പലതരത്തിലുള്ള ബീക്സാ ഫോം ചെയ്തത്, അല്ലേ? അപ്പൊ അതിന് നമ്മൾ പറയും ഡാർവിൻ ഫിഞ്ചസ് എന്ന് പറയുന്ന അഡാപ്റ്റീവ് റേഡിയേഷൻ ആണ്. പക്ഷെ അതെന്താണ്? ഡൈവേർജന്റ് എവല്യൂഷൻ ആണ്. ഇനി സെക്കൻഡ് വൺ ആണ് ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസ് ഓഫ് ഓസ്ട്രേലിയ. ഇവരും എന്താ? ദിസ് ഇസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഓഫ് അഡാപ്റ്റീവ് റേഡിയേഷൻ, അല്ലേ? എ നമ്പർ ഓഫ് മാർസൂപ്പിയൽ ഡിഫറെന്റ് ഫ്രം ഈച്ച് അതർ. ഓരോ മാർസൂപ്പിയലും ഡിഫറെന്റ് ഫ്രം ഈച്ച് അതർ ആണ്. എല്ലാം ഒരേപോലെയല്ല, ഡിഫറെന്റ് ഫ്രം ഈച്ച് അതർ
ഇവോൾഡ് ഫ്രം മാൻ, ഇവരും വന്നത് എവിടെന്നാ? ഫ്രം ആൻ ആൻസിസ്ട്രൽ സ്ട്രോ, അല്ലെ? ഒരു ആൻസിസ്ട്രൽ സ്റ്റോക്കിൽ നിന്നുമാണ് അത് വന്നത്. പക്ഷേ ഓൾ വിതിൻ ദ ഓസ്ട്രേലിയൻ ഐലൻഡ് കോണ്ടിനെന്റ്, അതും എവിടെ നിന്ന് തന്നെ? ഓസ്ട്രേലിയ എന്ന് പറയുന്ന കോണ്ടിനെന്റിൽ ഒരു ആൻസിസ്ട്രൽ സ്റ്റോക്കിൽ നിന്നും പല തരത്തിലുള്ള ആനിമൽസ് ആണ് ഫോം ചെയ്തത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അത് കഴിഞ്ഞ് നമ്മളുടെ പാരലൽ എവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പാരലൽ എവല്യൂഷൻ എന്ന് പറഞ്ഞാല് പ്ലാസന്റൽ മാമൽസും അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസും. പാരലൽ എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ പറയുമ്പോൾ ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽ എന്ന് പറയുന്നതും പ്ലാസന്റൽ മാമൽസ് എന്ന് പറയുന്നത് പാരലൽ എവല്യൂഷൻ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ കൊടുത്തിരിക്കുന്നത് പ്ലാസന്റൽ മാമലാണ്, അത് ഓസ്ട്രേലിയൻ മാർസൂപ്പിയലാണ്. ഇവരുടെ എവല്യൂഷൻ പാരലൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മോൾ, മാർസൂപ്പിയൽ മോൾ ആണ്, പക്ഷെ അവർക്ക് വന്നത് മാർസൂപ്പിയൽ ഫോമായി മാറി. ആൻഡ് ഈറ്റർ, നംബാറ്റ്, ദെൻ മൗസ്, മാർസൂപ്പിയൽ മൗസ്, ലിമർ, സ്പോട്ടഡ് കസ്കസ്, ഫ്ലൈയിങ് സ്ക്വിറൽ, ഫ്ലൈയിങ് ഫെലഞ്ചർ, ദെൻ ബോബ് കാറ്റ്, ടാസ്മാനിയൻ ടൈഗർ കാറ്റ്, വുൾഫ്, ടാസ്മാനിയൻ വുൾഫ് എന്ന് പറഞ്ഞാൽ എന്താ ഇതിനെ പാരലൽ എന്ന് പറയാൻ കാരണം? നോക്കിക്കോ, ഇൻഡിപെൻഡന്റ് ഡെവലപ്മെന്റ് ഓഫ് സിമിലർ ക്യാരക്ടർ, ഇൻഡിപെൻഡന്റ് ഡെവലപ്മെന്റ് ഓഫ് സിമിലർ ക്യാരക്ടർ ഇൻ ടു ആനിമൽ ഗ്രൂപ്പ് ഓഫ് കോമൺ ആൻസിസ്ട്രി ലിവിംഗ് ഇൻ സിമിലർ ഹാബിറ്റാറ്റ് ഓഫ് ഡിഫറെന്റ് കോണ്ടിനെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡിപെൻഡന്റ് ഡെവലപ്മെന്റ് ഓഫ് സിമിലർ ക്യാരക്ടർ, ഒരേപോലെയുള്ള ക്യാരക്ടറാണ് ഇവിടെ മാർസൂപ്പിയൽസിന് ഫോം ചെയ്തത്, പക്ഷേ അവിടെ ആനിമൽസ് ഡിഫറെന്റ് ആയിരുന്നില്ലേ, അല്ലെ? മോൾ എന്ന് പറയുമ്പോൾ അവിടെ ഫോം ചെയ്തത് മാർസൂപ്പിയൽ മോളാണ്. അപ്പോൾ ഇവരെല്ലാവരും എന്താ? മാർസൂപ്പിയൽസ് ആണ്. ഇവരെല്ലാവരും എന്താ? പ്ലാസന്റൽ മാമൽസ് ആണ്. അപ്പോൾ ആ പ്ലാസന്റൽ മാമൽസിന് എല്ലാത്തിനും വന്നത് എന്താ? മാർസൂപ്പിയൽ ഫോം ആണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാരലൽ എവല്യൂഷൻ എന്ന് പറയും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണത്? അത് കൺവേർജന്റ് ആണ്. ഒന്നും കൂടി നോക്കുക. Parallel evolution refers to independent development of similar characters in two animal groups of common ancestry living in similar habitat of different continents. Similar habitat, ഒരേ ഹാബിറ്റാറ്റിലെ ഡിഫറെന്റ് കോണ്ടിനെന്റില് ഇവർക്ക് എല്ലാവർക്കും ക്യാരക്ടേഴ്സ് സിമിലർ ആണ്, പക്ഷെ എന്താണ്? അവരെല്ലാവരും ഡിഫറെന്റ് ആനിമൽ ഗ്രൂപ്പ്സ് ആണ്. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് പാരലൽ എവല്യൂഷൻ. ഇനി അടുത്ത നോക്കാം. എക്സാമ്പിൾസ് ആർ, അതിന് എക്സാമ്പിൾ പറഞ്ഞിരിക്കുകയാണ്. മാർസൂപ്പിയൽ മാമൽസ് ഇൻ ഓസ്ട്രേലിയ ഷോ പാരലൽ എവല്യൂഷൻ. അപ്പൊ അഡാപ്റ്റീവ് റേഡിയേഷനിൽ പാരലൽ എവല്യൂഷൻ കാണിക്കുന്നത് ആരാ? മാർസൂപ്പിയൽ മാമൽസ്. As they have evolved from placental mammals, all these closely resemble and look similar to a corresponding marsupial എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്താണത്? ഇത് കൺവേർജന്റ് ആണ്. ആദ്യം നമ്മൾ പറഞ്ഞ ഡാർവിൻ ഫിഞ്ചസ് എന്താണ്? അത് ഡൈവേർജന്റ് ആണ്. ഓക്കെ, അപ്പൊ അഡാപ്റ്റീവ് റേഡിയേഷൻ രണ്ട് എക്സാമ്പിൾസ് ആണ്. ഒന്നാമത്തത് ഡാർവിൻ ഫിഞ്ചസും രണ്ടാമത്തത് ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസ്. നെക്സ്റ്റ് ഈസ് ബയോളജിക്കൽ എവല്യൂഷൻ. The nature select for fitness. ഡാർവിന്റെ തിയറി ആണല്ലോ നാച്ചുറൽ സെലക്ഷൻ ആൻഡ് സർവൈവൽ ഓഫ് ഫിറ്റ്നസ്. നേച്ചർ ആണല്ലോ ഫിറ്റ് ആയിട്ടുള്ളവരെ സെലക്ട് ചെയ്യുന്നത്. The nature select for fittest and fitness is based on characteristics which are inherited. ഫിറ്റ്നസ് ഈസ് ബേസ്ഡ് ഓൺ, ഈ ഫിറ്റ്നസ് എന്ന് പറയുന്നത് എന്താ? നമുക്ക് പാരമ്പര്യമായി കിട്ടുന്ന, ഇൻഹെറിറ്റഡ് എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായി കിട്ടുന്ന ക്യാരക്ടേഴ്സ് ആണ് ഈ ഫിറ്റ്നസ് എന്ന് പറയുന്നത്. Some organisms are better to adopt to survive in otherwise hostile and hostile എന്ന് പറഞ്ഞാൽ unfavorable, opposite അല്ലെങ്കിൽ unfavorable environment എന്നാണ് പറയുന്നത്. Fitness is the end result of ability to adopt and get selected by nature. ഇപ്പൊ ബയോളജിക്കൽ എവല്യൂഷൻ എന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നേച്ചർ ആണ് സെലക്ട് ചെയ്യുന്നത്. നേച്ചർ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫിറ്റ്നസ് ആയിട്ടുള്ളവരെയാണ്. ഫിറ്റ്നസ് എന്ന് പറയുന്നത് എന്താ? അത് ഇൻഹെറിറ്റഡ് ആണ്, അത് പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ്. ഈ ഫിറ്റ്നസ് കിട്ടുന്നത് എപ്പോഴാണ്? അതൊരു ഹോസ്റ്റൈൽ എൻവയോൺമെന്റിൽ ജീവിക്കുന്ന ആനിമൽ. ഹോസ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺഫേവറബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റിൽ ജീവിക്കുന്ന ആനിമൽസ് കൂടുതൽ ഫിറ്റ് ആയിരിക്കും. അതാണ് ബയോളജിക്കൽ എവല്യൂഷൻ. അടുത്ത നോക്കാം. Lamarck had said that evolution of life form had occurred but driven by use and disuse of organs. ലാമാർക്കിന്റെ തിയറി എന്ന് പറയുന്നത് യൂസ് ആൻഡ് ഡിസ്യൂസ് ഓഫ് ഓർഗൻസ് ആണ്. ലാമാർക്കിസം. യൂസ് ആൻഡ് ഡിസ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ?
കോൺസ്റ്റന്റ് ആയിട്ട് ഏതൊരു ഓർഗനും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്താകും? അവര് കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യും. അത് യൂസ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ അതെന്തായി മാറും? അത് ഫങ്ഷൻലെസ് ആയിട്ട് മാറും. അപ്പൊ ലാമാർക്ക് പറയുന്നത് ഒരു ഓർഗാനിസത്തിന്റെ ബോഡിയിലെ ഏതെങ്കിലും ഒരു ഓർഗൻ കോൺസ്റ്റന്റ് യൂസ് ചെയ്ത്, അതാണ് യൂസ്, കോൺസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വിച്ച് ക്യാൻ ഡെവലപ്പ്. ഇനി കോൺസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്തില്ലെങ്കിലോ അതാണ് ഡിസ്യൂസ്. യൂസ് ചെയ്തില്ലെങ്കിലോ അതിന് എന്ത് സംഭവിക്കും? വിച്ച് ക്യാൻ ഡീജനറേറ്റ്. അതിന് എക്സാമ്പിൾ പറയുന്നത് എന്താ നോക്കുക? ജിറാഫ്. ജിറാഫ് ടു ഇവോൾവ് ദർ നെക്ക്. ജിറാഫിന്റെ നെക്കിന്റെ പ്രത്യേകത, ജിറാഫിന്റെ നെക്കും അതുപോലെ ഫോർ ലിംസും ഇതിന് രണ്ടിനും പൊക്കം കൂടുതലാ. എന്തുകൊണ്ടാ ഇതിന് അങ്ങനെ ഒരു പൊക്കം കൂടാൻ കാരണം? എന്തുകൊണ്ടാ? കോൺസ്റ്റന്റ് ആയിട്ട് അവരെന്ത് ചെയ്തു? ദേ യൂസ്ഡ് ദർ നെക്ക് ആൻഡ് ഫോർ ലിംസ് ഫോർ ഫൊറാജിങ്. ഫൊറാജിങ്ങിന് വേണ്ടി, അവർക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി അവർ കോൺസ്റ്റന്റ് ആയിട്ട് അവരുടെ നെക്കും അതുപോലെ ഫോർ ലിംബും കോൺസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്തു. അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ ഫോർ ലിംസിനും അതുപോലെ നെക്കിനും ലെങ്ത് കൂടി. He gave the example of giraffe to evolve their neck by foraging leaves on tall trees and had to adapt by elongation of their necks. അങ്ങനെയാണ് അവർക്ക് ഇലോങ്ങേഷൻ ഓഫ് ദർ നെക്ക്, അവരുടെ നെക്കിന് നീളം കൂടാനായിട്ട് കാരണം. അപ്പം ലാമാർക്കിന്റെ തിയറി എന്താണ്? യൂസ് ആൻഡ് ഡിസ്യൂസ് ഓഫ് ഓർഗൻസ്. ഇനി അടുത്തത് ബ്രാഞ്ചിങ് ഡിസെന്റ് ആൻഡ് നാച്ചുറൽ സെലക്ഷൻ. ബ്രാഞ്ചിങ് ഡിസെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്പോസ് ഇതൊരു ആൻസിസ്റ്റർ ആണ്. ഈ ആൻസിസ്റ്ററിൽ നിന്നുമാണ് ഇന്നുള്ള ഡിസെൻഡൻസ് ഫോം ചെയ്യുന്നത്, അല്ലേ? ഇന്ന് നമ്മളുടെ ഇവിടെ കാണുന്ന ഡിസെൻഡൻസ് എന്ന് പറഞ്ഞാൽ അത് ഡൈവേഴ്സ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് ബ്രാഞ്ചിങ് ഡിസെൻസ്. ഈ ബ്രാഞ്ചിങ് ഡിസെന്റും അതോടൊപ്പം നാച്ചുറൽ സെലക്ഷൻ, നേച്ചർ ആണ് എന്ത് ചെയ്യുന്നത്? സെലക്ട് ചെയ്യുന്നത്. ആരെയാ സെലക്ട് ചെയ്യുന്നത്? ഫിറ്റ്നസ് ആയിട്ടുള്ളവരെയാണ്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ബ്രാഞ്ചിങ് ഡിസെന്റ് ആൻഡ് നാച്ചുറൽ സെലക്ഷൻ ആർ ദ ടു കീ കോൺസെപ്റ്റ് ഓഫ് ഡാർവേനിയൻ തിയറി. ടു കീ കോൺസെപ്റ്റ്, ഡാർവേനിയൻ തിയറിയുടെ രണ്ട് കീ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ബ്രാഞ്ചിങ് ഡിസെന്റ് ആൻഡ് നാച്ചുറൽ സെലക്ഷൻ. Darwin theory of natural selection was based on certain observation. ഡാർവിൻ തിയറിയുടെ കുറച്ച് ഒബ്സർവേഷൻസ് ആ പറയുന്നത്. ഒന്നാമത്തത് ലിമിറ്റഡ് നാച്ചുറൽ സോഴ്സസ്. ആലോചിച്ച് നോക്കുക, നാച്ചുറൽ സോഴ്സസ് ലിമിറ്റഡ് ആണ്. അപ്പൊ എങ്ങനെയുള്ളവരെ സർവൈവ് ചെയ്യുള്ളൂ? ഫിറ്റ് ആയിട്ടുള്ളവരെ സർവൈവ് ചെയ്യുള്ളൂ, അല്ലേ? ദെൻ ഓവർ പോപ്പുലേഷൻ. പോപ്പുലേഷൻ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് വരും? കോമ്പറ്റീഷൻ വരും. കോമ്പറ്റീഷൻ വരുമ്പോഴും അവിടെ സർവൈവ് ചെയ്യുന്ന ആരാണ്? കൂടുതലായിട്ട് കയ്യുക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയില്ലേ, സെയിം തന്നെ. അങ്ങനെയുള്ളവൻ ഇവിടെ രക്ഷപ്പെടും. ദെൻ കോമ്പറ്റീഷൻ ഫോർ റിസോഴ്സസ്. റിസോഴ്സസ് ലിമിറ്റഡ് ആണെങ്കിൽ കോമ്പറ്റീഷൻ വരും. കോമ്പറ്റീഷൻ വരുമ്പോൾ ആരാണോ കൂടുതൽ ഫിറ്റ്, ആർക്കാണോ കൂടുതൽ കരുത്തുള്ളത്, അവര് എക്സിസ്റ്റ് ചെയ്യും. സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, എക്സിസ്റ്റ് ചെയ്യാൻ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, അല്ലേ? കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നവർക്ക് എന്ത് സംഭവിക്കും? കൂടുതൽ ഫിറ്റ്നസ് ഉണ്ടായിരിക്കും. ദെൻ സർവൈവൽ ഓഫ് ഫിറ്റ്നസ്. ഇത്രയുമാണ് ഡാർവിൻ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. ഡാർവിൻ്റെ നാച്ചുറൽ സെലക്ഷനിലെ കുറേ ഒബ്സർവേഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ലിമിറ്റഡ് നാച്ചുറൽ റിസോഴ്സസ്, ഓവർ പോപ്പുലേഷൻ, കോമ്പറ്റീഷൻ ഫോർ റിസോഴ്സസ്, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ആൻഡ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ദെൻ മെക്കാനിസം ഓഫ് എവല്യൂഷൻ. ഇവിടെ മെക്കാനിസം ഓഫ് എവല്യൂഷൻ ഹ്യൂഗോ ഡെവ്രിസിന്റെ കോൺസെപ്റ്റ് ആണ് പറയുന്നത് കേട്ടോ. ഹ്യൂഗോ ഡെവ്രിസ് on his work on evening primrose. അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റേഷൻ മെറ്റീരിയൽ ആണ് ഈവനിങ് പ്രിംറോസ്. brought forth the idea of mutation. അതായത് ഈവനിങ് പ്രിംറോസിൽ ഹ്യൂഗോ ഡെവ്രിസ് എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ he observed, അദ്ദേഹം കണ്ടുപിടിച്ചത് എന്താണ്? certain mutations occur in that plant. ആ പ്ലാന്റിൽ ചില മ്യൂട്ടേഷൻസ് നടന്നിട്ടുണ്ടെന്നാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് എന്താ? ഇസ് ദ ലാർജ് ഡിഫറൻസ് അറൈസിങ് സഡൻലി ഇൻ എ പോപ്പുലേഷൻ. പോപ്പുലേഷൻ എന്തെന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഇസ് പോപ്പുലേഷൻ? ഗ്രൂപ്പ് ഓഫ് സിമിലർ ഇൻഡിവിജ്വൽസ്. അപ്പൊ ഹ്യൂഗോ ഡെവ്രിസ് പറയുന്നത് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് ഡിഫറൻസസ് അറൈസിങ് സഡൻലി ഇൻ എ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷനിൽ പെട്ടെന്നുണ്ടാകുന്ന ഡിഫറൻസിനെ പറയുന്ന പേരാണ് മ്യൂട്ടേഷൻ. മ്യൂട്ടേഷൻ ആർ റാൻഡം ആൻഡ് ഡയറക്ഷൻലെസ്. ഇത് തന്നെ ഡാർവിൻ പറയുന്നത് എന്താ? മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് അത് റാൻഡം അല്ല, റാൻഡംലെസ്.
അല്ലേ? റാൻഡംലെസ് ആൻഡ് ഡയറക്ഷണൽ, അത് ഡാർവിൻ പറയുന്നത്. അതിന്റെ നേരെ റിവേഴ്സ് ആര് പറയുന്നത്? ഹ്യൂഗോ ഡെവറിസ് പറയുന്നത്. ഡെവറിസ് പറയുന്നത് എന്താ? മ്യൂട്ടേഷൻ ആർ റാൻഡം ആൻഡ് ഡയറക്ഷൻലെസ് വൈൽ ഡാർവിൻ വേരിയേഷൻ ആർ സ്മോൾ ആൻഡ് ഡയറക്ഷണൽ, അല്ലെ? ഡാർവിന്റെ വേരിയേഷൻ, ഡാർവിൻ മ്യൂട്ടേഷൻ എന്നല്ല പറയുന്നത്, വേരിയേഷൻ. ഡാർവിന്റെ വേരിയേഷൻ എന്ന് പറയുന്നത് അത് സ്മോൾ ആണ്, അതിന് ഡയറക്ഷൻ ഉണ്ട്. ഹ്യൂഗോ ഡെവറിസ് ബിലീവ് ദാറ്റ് ദ മ്യൂട്ടേഷൻ കോസ് സ്പീസിയേഷൻ. ഈ മ്യൂട്ടേഷൻ ആണ് എന്തിന് കാരണം? സ്പീസിയേഷൻ. സ്പീസിയേഷൻ മീൻസ് ഫോർമേഷൻ ഓഫ് ന്യൂ സ്പീഷീസ്. ഫോർമേഷൻ ഓഫ് ന്യൂ സ്പീഷീസ്. അങ്ങനെയുള്ള ലാർജ് സ്റ്റെപ്പ് മ്യൂട്ടേഷൻ, സിംഗിൾ ലാർജ് സ്റ്റെപ്പ് മ്യൂട്ടേഷന് പറയുന്ന പേരാണ് സോൾട്ടേഷൻ. അപ്പോൾ ഈ ഡാർവിൻ പറയുന്നതെല്ലാം തന്നെ ഇവിടെ ആദ്യം പറയുന്നുണ്ട് മ്യൂട്ടേഷൻ ഈസ് ലാർജ് ഡിഫറൻസ് അറൈസ് സഡൻലി ഇൻ എ പോപ്പുലേഷൻ എന്നാണ് ഡാർവിൻ പറയുന്നത്. അങ്ങനെ സഡൻ ആയിട്ട് മ്യൂട്ടേഷൻ വരില്ല. മ്യൂട്ടേഷൻ എന്നേ ഡാർവിൻ പറയുന്നില്ല. ഡാർവിൻ പറഞ്ഞ വേരിയേഷൻ ആണ്. വേരിയേഷൻ വരുന്നത് സ്ലോ ആയിട്ടാണ്, അത് ഡയറക്ഷണൽ ആണ്. അതുപോലെ തന്നെ അതിന് എന്താണ്, അത് റാൻഡം ആയിട്ടല്ല, അത് നേരെ പോകുന്ന ഒന്നാണെന്നൊക്കെയാണ് ഡാർവിൻ പറയുന്നത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് പറയുന്ന ആളാണ് ഹ്യൂഗോ ഡെവറിസ്. ഹ്യൂഗോ ഡെവറിസിന്റെ എക്സ്പെരിമെന്റേഷൻ മെറ്റീരിയൽ ഈവനിങ് പ്രിംറോസ്. അതിനെ ഈനോത്തീറ എന്ന് പറയും കേട്ടോ. ഈനോത്തീറ സയന്റിഫിക് നെയിമാണ് ഈനോത്തീറ. അപ്പോൾ സിംഗിൾ സ്റ്റെപ്പ് ലാർജ് മ്യൂട്ടേഷന് പറയുന്ന പേരാണ് സോൾട്ടേഷൻ. സിംഗിൾ സ്റ്റെപ്പ് ലാർജ് മ്യൂട്ടേഷൻ ഇൻ എ പോപ്പുലേഷൻ, ഒരു പോപ്പുലേഷനിൽ വരുന്ന സിംഗിൾ സ്റ്റെപ്പ് ലാർജ് മ്യൂട്ടേഷൻ, ദാറ്റ് ഈസ് കോൾഡ് സോൾട്ടേഷൻ. ഈ സോൾട്ടേഷൻ എന്ന് പറയുന്ന ടേം പറയുന്നത് ആരാ? ഹ്യൂഗോ ഡെവറിസ് ആണ്. ദെൻ നെക്സ്റ്റ് ഹാർഡി-വെയിൻബെർഗ് ഇക്വിലിബ്രിയം. ഹാർഡി-വെയിൻബെർഗ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലീലിക് ഫ്രീക്വൻസി ഇൻ എ പോപ്പുലേഷൻ. യു നോ വാട്ട് ഈസ് ആൻ അലീൽ? അലീൽ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഹെറിറ്റൻസ് പറയുന്നുണ്ട്. അലീൽ എന്ന് പറഞ്ഞാൽ എന്താ? ഓൾട്ടർനേറ്റീവ് ഫോം ഓഫ് എ ജീൻ ആണ്, അല്ലേ? ഒരു ജീനി എപ്പോഴും 2 അലീൽ കാണും. ഒരു ജീനിന് 2 അലീൽ. ഓൾട്ടർനേറ്റീവ് ഫോം ഓഫ് ജീനിന് പറയുന്ന പേരാണ് അലീൽ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അലീലിക് ഫ്രീക്വൻസീസ് ഇൻ എ പോപ്പുലേഷൻ ആർ സ്റ്റേബിൾ. ഒരു പോപ്പുലേഷനിലെ അലീലിക് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ ആണ്, അത് കോൺസ്റ്റന്റ് ആണ്. സ്റ്റേബിൾ ആൻഡ് കോൺസ്റ്റന്റ് ഫ്രം ജനറേഷൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഡിസ്റ്റർബിംഗ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അത് സ്റ്റേബിൾ ആണ്, കോൺസ്റ്റന്റ് ആണ്, ഫ്രം ജനറേഷൻ, പാരമ്പര്യം കുറേ ജനറേഷൻസോളം അത് കോൺസ്റ്റന്റ് ആയിരിക്കും, സ്റ്റേബിൾ ആയിരിക്കും. എപ്പോ? ഇൻ ദ ആബ്സെൻസ് ഓഫ്, അവിടെ എന്ത് പാടില്ല? ഡിസ്റ്റർബിംഗ് ഫാക്ടേഴ്സ് വരാൻ പാടില്ല. അപ്പോൾ അലീലിക് ഫ്രീക്വൻസി ഇൻ എ പോപ്പുലേഷൻ ഈസ് സ്റ്റേബിൾ ആൻഡ് കോൺസ്റ്റന്റ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഡിസ്റ്റർബിംഗ് ഫാക്ടേഴ്സ്. സെക്കൻഡ് പോയിന്റ് നോക്കിയേ, ദ ജീൻ പൂൾ. ജീൻ പൂൾ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ജീൻസ് ആൻഡ് അലീൽസ് പ്രസന്റ് ഇൻ എ പോപ്പുലേഷൻ റിമെയിൻസ് കോൺസ്റ്റന്റ്. ദിസ് ഈസ് കോൾഡ്, അതിനെ പറയുന്ന പേരാണ് ജനറ്റിക് ഇക്വിലിബ്രിയം. ജീൻ പൂൾ റിമെയിൻസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞത് തന്നെ, ഒരു പോപ്പുലേഷനിലെ അലീലിക് ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആണ്, സ്റ്റേബിൾ ആണ്, അത് 1 ആണ്. അതിനെയാണ് നമ്മൾ ജനറ്റിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് സം ടോട്ടൽ ഓഫ് അലീലിക് ഫ്രീക്വൻസി ഈസ് 1. സം ടോട്ടൽ ഓഫ് അലീലിക് ഫ്രീക്വൻസി ഇൻ എ പോപ്പുലേഷൻ ഈസ് 1. അത് 1 ആയിരിക്കും, അത് കോൺസ്റ്റന്റ് ആയിരിക്കും, അത് സ്റ്റേബിൾ ആയിരിക്കും. എപ്പോൾ? ഇൻ ദ ആബ്സെൻസ് ഓഫ് ഡിസ്റ്റർബിംഗ് ഫാക്ടേഴ്സ്. എക്സാമ്പിൾ, അതിനൊരു എക്സാമ്പിൾ പറയാണ്. കൺസിഡർ എ ഡിപ്ലോയിഡ് പി ആൻഡ് ക്യൂ. ഈ പി ആൻഡ് ക്യൂ എന്ന് പറയുന്നത് ഒരു ഡിപ്ലോയിഡ് ഓർഗാനിസത്തെ ഒരു കാര്യം പറയുന്നത്, ഒരു ഡിപ്ലോയിഡ് ഓർഗാനിസത്തിന്റെ കാര്യം പറയാണ്. പി ആൻഡ് ക്യൂ ആർ ദ ഫ്രീക്വൻസീസ് ഓഫ് അലീൽ. പി ആൻഡ് ക്യൂ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് അലീൽ എ ആൻഡ് സ്മോൾ എ റെസ്പെക്റ്റീവ്ലി. അതായത് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഹെറിറ്റൻസിൽ നമ്മൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് എടുത്തില്ലേ, അതുപോലെ നമ്മൾ ഇവിടെ ഈ ക്യാപിറ്റൽ ടി സ്മോൾ ടിക്ക് പകരം അതിന്റെ ഡോമിനന്റിനെ പി എന്ന് എടുക്കുകയാണ്, റെസസീവിനെ ക്യൂ എന്ന് എടുക്കുകയാണ്. അതാണ് അവിടെ പി ആൻഡ് ക്യൂ ആർ ദ ഫ്രീക്വൻസീസ് ഓഫ് അലീൽ. അലീൽ ക്യാപിറ്റൽ എ സ്മോൾ എ, അതിന്റെ ഫ്രീക്വൻസിയെ നമ്മൾ പി ആൻഡ് ക്യൂ എന്ന് എടുക്കുകയാണ്. എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി ഓഫ് ക്യാപിറ്റൽ എ പി സ്ക്വയർ, ഫ്രീക്വൻസി ഓഫ് സ്മോൾ എ ക്യൂ സ്ക്വയർ, ഫ്രീക്വൻസി ഓഫ് ക്യാപിറ്റൽ എ സ്മോൾ എ 2pq. നിങ്ങൾ ആ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഹെറിറ്റൻസിൽ മോണോഹൈബ്രിഡ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി സ്മോൾ ടി, സ്മോൾ ടി സ്മോൾ ടി. അപ്പോൾ ഡോമിനന്റ് ആണെങ്കിൽ അവിടെ ക്യാപിറ്റൽ ടി ഹോമോസൈഗസ് ഡോമിനന്റ്.
ഹെട്രോസൈഗസ് ആണെങ്കിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഹോമോസൈഗസ് റെസസീവ് ആണെങ്കിൽ സ്മോൾ ടി. അതുപോലെ തന്നെ നമ്മളിവിടെ പറയുകയാണ് ഫ്രീക്വൻസി ഓഫ് ക്യാപിറ്റൽ എ ആണെങ്കിൽ പി സ്ക്വയർ എന്ന് പറയും. സ്മോൾ എ എന്ന് പറഞ്ഞാൽ അത് റിസസീവ് ആണ്, അതിനെ ക്യൂ സ്ക്വയർ എന്ന് പറയും. ഇനി ക്യാപിറ്റൽ എ സ്മോൾ എ എന്ന് പറയുമ്പോൾ അതെന്താണ്? ഹെറ്ററോസൈഗസ് കണ്ടീഷൻ ആണ്, അതിനെ 2pq എന്ന് പറയും. ഹെൻസ് പി സ്ക്വയർ പ്ലസ് 2pq പ്ലസ് ക്യൂ സ്ക്വയർ ഈക്വൽ 1. ദാറ്റ് ഈസ് ദ ബൈനോമിയൽ എക്സ്പാൻഷൻ ഓഫ് p പ്ലസ് ക്യൂ ദ പവർ ഓഫ് 2 അല്ലേ? പി പ്ലസ് ക്യൂ ഹോൾ സ്ക്വയറിന് പറയുന്നതാണ്, അതിന്റെ എക്സ്പാൻഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. പി സ്ക്വയർ പ്ലസ് 2pq പ്ലസ് ക്യൂ സ്ക്വയർ. ചേഞ്ച് ഓഫ് ഫ്രീക്വൻസി ഓഫ് അലീൽ ഇൻ എ പോപ്പുലേഷൻ ഡിസ്റ്റർബ്സ് ഹാർഡി-വെയിൻബെർഗ് ഇക്വിലിബ്രിയം. അതായത് ഹാർഡി-വെയിൻബെർഗ് ഇക്വിലിബ്രിയം ഈ 1 എന്ന് പറയുന്നത്, ഇത് 1 എന്ന് പറഞ്ഞില്ലേ, ഈ കോൺസ്റ്റന്റ് ആയിട്ടുള്ള 1 എന്ന് പറയുന്നത് ആ ജനറ്റിക് ഇക്വിലിബ്രിയം ചേഞ്ച് ചെയ്യാം. എപ്പോൾ? ദ ചേഞ്ച് ഈസ് ഡ്യൂ ടു എവല്യൂഷൻ. അതിന് പല കാരണങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് നമ്മളുടെ മോണോ ഹൈബ്രിഡ് ക്രോസ് വെച്ചിട്ട് നിങ്ങൾ ഇവിടെ ഓർക്കുക. അത് വെച്ചിട്ടാണ് പി പ്ലസ് ക്യൂ ദ ഹോൾ സ്ക്വയർ ഈക്വൽ പി സ്ക്വയർ പ്ലസ് 2pq പ്ലസ് ക്യൂ സ്ക്വയർ. അപ്പൊ പി സ്ക്വയർ എന്ന് പറയുന്നത് നമ്മുടെ ക്യാപിറ്റൽ എ അല്ലെങ്കിൽ മോണോ ഹൈബ്രിഡിലെ ക്യാപിറ്റൽ ടി. 2pq എന്ന് പറയുന്നത് ആ റേഷ്യോ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ജീനോടൈപ്പ് 1:2, 2:1. അപ്പൊ 2pq എന്ന് പറയുന്നത് 2 ക്യാപിറ്റൽ ടി സ്മോൾ ടി, ക്യൂ സ്ക്വയർ എന്ന് പറയുന്നത് സ്മോൾ ടി. അപ്പൊ ഇതെപ്പോഴും 1 ആയിരിക്കും, പക്ഷെ ഇത് ചേഞ്ച് ചെയ്യും. എങ്ങനെ ചേഞ്ച് ചെയ്യുന്ന പറയുന്നത്? ഡ്യൂ ടു എവല്യൂഷൻ. അപ്പോൾ അതിൻ്റെ ഫാക്ടേഴ്സ്, ഹാർഡി-വെയിൻബെർഗിന് ചേഞ്ചസ് വരുന്ന, ഡിസ്റ്റർബൻസ് കൊടുക്കുന്ന ഫാക്ടേഴ്സ് ഏതെല്ലാമാണ്, അതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഫാക്ടേഴ്സ് നോക്കുക. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഹാർഡി-വെയിൻബെർഗ് ഇക്വിലിബ്രിയം. ഫസ്റ്റ് വൺ, ജീൻ മൈഗ്രേഷൻ. എന്താണ് ജീൻ മൈഗ്രേഷൻ? മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, മൈഗ്രേഷൻ അല്ലേ, മൂവ്മെന്റ് ഓഫ് എൻ ഓർഗാനിസം ഫ്രം വൺ പ്ലേസ് ടു അനദർ, അത് മൈഗ്രേഷൻ ആണ്. ഇവിടെ എന്താ ജീൻ മൈഗ്രേഷൻ എന്ന് പറയുന്നത്? ജീൻ ഫ്ലോ ഫ്രം വൺ പോപ്പുലേഷൻ ടു അനദർ. ഒരു പോപ്പുലേഷനിൽ നിന്നും ഒരു ജീൻ മറ്റൊരു പോപ്പുലേഷനിലേക്ക് പോവുക. ജീൻ ഫ്ലോ ഫ്രം വൺ പോപ്പുലേഷൻ ടു അനദർ. ഹിയർ ജീൻ ഫ്രീക്വൻസി ചേഞ്ച് ഇൻ ബോത്ത് പോപ്പുലേഷൻ. അങ്ങനെ ഒരു ജീൻ പോയി കഴിഞ്ഞാൽ രണ്ട് പോപ്പുലേഷനിലും എന്ത് വരും? ചേഞ്ചസ് വരില്ലേ? ജീൻ ഫ്ലോ occur if migration happen multiple times. പല പ്രാവശ്യം ഇങ്ങനെ മൈഗ്രേഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ്? ജീൻ ഫ്ലോ ആണ്. അപ്പോൾ ഒരു പോപ്പുലേഷൻ, സപ്പോസ് ഒരു പോപ്പുലേഷൻ, അതൊരു ബ്ലാക്ക് ക്യാറ്റിന്റെ ഒരു പോപ്പുലേഷൻ നിങ്ങൾ സപ്പോസ് ചെയ്യും. ഇവിടെ ഒരു വൈറ്റ് ക്യാറ്റിന്റെ പോപ്പുലേഷൻ ഉണ്ട്. ഈ വൈറ്റ് ക്യാറ്റിന്റെ പോപ്പുലേഷനിൽ ഒരു ഓർഗാനിസത്തിന് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഓർഗാനിസത്തിന് എന്തെങ്കിലും ഒരു സ്പെസിഫിക് ക്യാരക്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. അവർക്കൊന്നുകിൽ അവർക്ക് അവരുടെ ഫോർഹെഡിലായിട്ട് ഒരു ചെറിയ പൊട്ടുണ്ടെന്ന് വിചാരിക്കുക, ഒരു ചെറിയ കുത്തുണ്ട്, ഒരു ഡോട്ടുണ്ട്. ഇവിടെ നിന്നുള്ള ഈ പോപ്പുലേഷൻ, ഇവിടെ വൈറ്റ് പോപ്പുലേഷനിൽ നിന്നുമുള്ള ആ ഡോട്ടുള്ള ക്യാറ്റ് ഇവിടേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവരുടെ ജീന ഫ്ലോ ചെയ്യുന്നത്, അതായത് ആ ഡോട്ടുള്ള ജീന ഈ പോപ്പുലേഷൻ വൈറ്റ് പോപ്പുലേഷനിൽ നിന്ന് എവിടേക്ക് പോയി? ബ്ലാക്ക് പോപ്പുലേഷനിലേക്ക് പോയി അല്ലേ? അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു? ഈ പോപ്പുലേഷനിൽ ആ ഒരു ക്യാരക്ടർ നഷ്ടമായി, ഇവിടെ ആ ഒരു ക്യാരക്ടർ കിട്ടി. അപ്പൊ ജീൻ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒരു പോപ്പുലേഷനിൽ നിന്നും ജീൻസ് മറ്റൊരു പോപ്പുലേഷനിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ രണ്ട് പോപ്പുലേഷനിലും എന്ത് സംഭവിക്കും? വേരിയേഷൻ സംഭവിക്കും. അതാണ് ഫസ്റ്റ് ഫാക്ടർ, ജീൻ മൈഗ്രേഷൻ. സെക്കൻഡ് നോക്കുക, ജനറ്റിക് ഡ്രിഫ്റ്റ്. ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ജീൻ ഫ്ലോ ബൈ ചാൻസ് ആണ്. ബൈ ചാൻസ് ആയിട്ട് ജീൻ ഫ്ലോ നടക്കുകയാണെങ്കിൽ സഡൻ ആയിട്ട് ആ ഒരു പോപ്പുലേഷൻ ഡ്രിഫ്റ്റ് ചെയ്തു പോകും, മാറിപ്പോകും. അങ്ങനെ മാറിപ്പോയി കഴിഞ്ഞാൽ അതിനെ നമ്മൾ പറയുന്നതാണ് ജനറ്റിക് ഡ്രിഫ്റ്റ്. ദ ജീൻ ഫ്ലോ ബൈ ചാൻസ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി. Sometimes the change in the frequency is so different in the new sample of population that they become a different species. The original drifted population become the founder. അല്ലേ? അപ്പം അങ്ങനെ വരുമ്പോൾ ആ ഡ്രിഫ്റ്റ് ചെയ്ത പോപ്പുലേഷനെ പറയുന്ന പേരെന്താ? ഫൗണ്ടർ എന്നാണ്. ആ എഫക്റ്റിന് പറയുന്ന പേര് ഫൗണ്ടർ എഫക്റ്റ്. അപ്പം ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സഡൻ ചേഞ്ച് ഇൻ എ പോപ്പുലേഷൻ ആണ്. ആ സഡൻ ചേഞ്ച് എങ്ങനെയാണ്? ബൈ ചാൻസ് ആണ്. ബൈ ചാൻസ് ആയിട്ട് സഡൻ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് ജനറ്റിക് ഡ്രിഫ്റ്റ്. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഷ്രബ്, ഒരു കുറ്റിച്ചെടി. ഈ കുറ്റിച്ചെടിയിൽ കുറേ തരത്തിലുള്ള ബീറ്റിൽസ് ഉണ്ട്. കുറേ ബീറ്റിൽസിൻ്റെ കളറ് റെഡും കുറച്ച് ബീറ്റിൽസിൻ്റെ കളറ് ബ്ലൂവുമാണ്.
ഇവർ രണ്ടുപേരും രണ്ട് ഏരിയ, ആ ഷ്രബിൻ്റെ രണ്ട് ഏരിയയിൽ നിൽക്കുകയാണ്. അപ്പോൾ രണ്ട് പോപ്പുലേഷനാണ്. പക്ഷെ അത് കാണുന്ന എവിടെയാണ്? ഒരു ഷ്രബിലാണ്. ഇനി നിങ്ങൾ സപ്പോസ് ചെയ്യൂ, ഞാൻ പറഞ്ഞു ഒരു റെഡ് ബീറ്റിൽസിന്റെ നമ്പർ കൂടുതലാണെന്ന് പറഞ്ഞു. ഈ റെഡ് ബീറ്റിൽസ് ഉള്ള ഭാഗം മാത്രം ആക്സിഡന്റലി ഏതെങ്കിലും ഒരു ഓർഗാനിസം, സപ്പോസ് ഒരു ആന വന്നിട്ട് ഈ ഒരു ഭാഗം മാത്രം ചവിട്ടി നശിപ്പിച്ച് കളയുകയാണെന്ന് വിചാരിക്കുക. എന്ത് സംഭവിക്കും? സഡൻ ആയിട്ട് ഈ ഷ്രബിന്റെ ഇവിടത്തെ ഒരു പോപ്പുലേഷൻ അങ്ങോട്ട് മാറി അവിടെ പിന്നെ ആര് മാത്രമേ ഉള്ളൂ? ബ്ലൂ മാത്രമേ ഉള്ളൂ, അല്ലേ? ബ്ലൂ ആയിട്ടുള്ള ഓർഗാനിസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? ബൈ ചാൻസ് അവിടെ പോപ്പുലേഷൻ ഡ്രിഫ്റ്റ് ആവുകയാണ്. ബൈ ചാൻസ് ഈ ആന വന്ന് ഇവിടെ ചവിട്ടിയത് കൊണ്ടല്ലേ അത് പോയത്, അത് ബൈ ചാൻസ് ആയിട്ട് വന്നതല്ലേ. അപ്പോൾ സഡൻ ആയിട്ട് എന്താ സംഭവിച്ചത്? ഇവിടെ വന്നവരാരാണ്? അവർ ഫൗണ്ടറാണ്. അതിൻ്റെ എഫക്റ്റ് പറയുന്നത് ഫൗണ്ടർ എഫക്റ്റ് ആണ്. അപ്പോൾ സഡൻ ആയിട്ട് ഒരു പോപ്പുലേഷനിൽ വരുന്ന ബൈ ചാൻസ് ആയിട്ട് വരുന്ന ചേഞ്ചസിന് പറയുന്ന പേരാണ് ജനറ്റിക് ഡ്രിഫ്റ്റ്. ദെൻ മ്യൂട്ടേഷൻ. മ്യൂട്ടേഷൻ നിങ്ങൾക്കറിയാലോ, ചേഞ്ച് ആണ്, അല്ലേ? ഇറ്റ് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് ന്യൂ ഫിനോടൈപ്പ്. ഫിനോടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ് ആണ്, മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് ആണ്. റിസൾട്ട് ഇൻ ഫോർമേഷൻ ഓഫ് ന്യൂ ഫിനോടൈപ്പ് ഓവർ ഫ്യൂ ജനറേഷൻ, ദിസ് ലീഡ്സ് ടു സ്പീസിയേഷൻ. മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ ജീനോം ആണ്. ജീനോമിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അത് ഫീനോടൈപ്പിലും ചേഞ്ച് വരും. ഇങ്ങനെ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ ഈ ചേഞ്ചസ് അക്യുമുലേറ്റ് ചെയ്ത് പിന്നീട് അത് എന്ത് ചെയ്യും? ഫോർമേഷൻ ഓഫ് ന്യൂ സ്പീഷീസ് ആവും. അങ്ങനെ ഫോർമേഷൻ ഓഫ് ന്യൂ സ്പീഷീസ് ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സ്പീസിയേഷൻ. ഓക്കെ, അപ്പോൾ തേർഡും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നോക്കുക, ജനറ്റിക് റീകോമ്പിനേഷൻ. ജനറ്റിക് റീകോമ്പിനേഷൻ കോമ്പിനേഷൻ ഓഫ് ജീനോംസ് ആണ്. അതെങ്ങനെയാണ്? റീഷഫ്ലിംഗ് ഓഫ് ജീൻ കോമ്പിനേഷൻ ഡ്യൂറിങ് ക്രോസിംഗ് ഓവർ റിസൾട്ടിങ് ഇൻ ജീൻ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ, ക്രോസിംഗ് ഓവർ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. മിയോസിസ് 1-ലെ പാക്കറ്റിൻ സ്റ്റേജിൽ എന്ത് നടക്കുന്നുണ്ട്? ക്രോസിംഗ് ഓവർ. ക്രോസിംഗ് ഓവർ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ബിറ്റ്വീൻ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഓഫ് ഹോമോലോഗസ് ക്രോമസോം. ഈ ക്രോസിംഗ് ഓവറിന്റെ സമയത്താണ് കയാസ്മാറ്റ ഫോർമേഷൻ നടക്കുന്നത്. ക്രോസിംഗ് ഓവർ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ജനറ്റിക് മെറ്റീരിയൽ എക്സ്ചേഞ്ച് ചെയ്യുകയാണ്. ഇങ്ങനെ ജനറ്റിക് മെറ്റീരിയൽ എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? ജനറ്റിക് റീകോമ്പിനേഷൻ ഉണ്ടാകും. ദിസ് ജനറ്റിക് റീകോമ്പിനേഷൻ ലീഡ്സ് ടു ജീൻ വേരിയേഷൻ. അവിടെ പുതിയതായിട്ടുള്ള വേരിയേഷൻസ് വരും. അതാണ് ഫോർത്ത് പോയിന്റ്. നാലെണ്ണം കൂടി പറഞ്ഞു, ഇനി ഒരെണ്ണം കൂടിയുണ്ട്. ജീൻ മൈഗ്രേഷൻ, ജനറ്റിക് ഡ്രിഫ്റ്റ്, മ്യൂട്ടേഷൻ, ജനറ്റിക് റീകോമ്പിനേഷൻ. Then next is natural selection. ഈ നാച്ചുറൽ സെലക്ഷൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു. അത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. സെലക്ടഡ് ബൈ നേച്ചർ ആണ്. നേച്ചർ സെലക്ട് ചെയ്യുന്ന എങ്ങനെയുള്ളവരാണ്? ഫിറ്റ് ആയിട്ടുള്ളവരാണ്. ദാറ്റ് ഈസ് നാച്ചുറൽ സെലക്ഷൻ. നാച്ചുറൽ സെലക്ഷൻ ഈസ് ഓഫ് 3 types. ആ 3 types ആണ് സ്റ്റെബിലൈസിംഗ് സെലക്ഷൻ, ഡയറക്ഷണൽ സെലക്ഷൻ, ഡിസ്റപ്റ്റീവ് സെലക്ഷൻ. സ്റ്റെബിലൈസിംഗ് സെലക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ആ പി പ്ലസ് ക്യൂ ദ ഹോൾ സ്ക്വയർ, പി സ്ക്വയർ പ്ലസ് 2pq പ്ലസ് ക്യൂ സ്ക്വയർ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ മോണോഹൈബ്രിഡ് ക്രോസിന്റെ റേഷ്യോ നിങ്ങൾ നോക്കുക, 1:2:1. 1 capital T is to 2 capital T small t is to 1 small t small t. ഞാൻ ആ മോണോഹൈബ്രിഡ് ക്രോസ് വെച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നോക്കുക, 1 capital T is to 2 capital T small t is to 1 small t small t. ഇതിനകത്ത് സ്റ്റെബിലൈസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോർ ഇൻഡിവിജ്വൽ അക്വയർ മീൻ ക്യാരക്ടർ വാല്യൂ. മീൻ ക്യാരക്ടർ വാല്യൂ അക്വയർ ചെയ്യുന്നത് ഒരുപാട് ഇൻഡിവിജ്വൽസ് അത് അക്വയർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേജ്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അവിടെ എന്താ? മോർ ഇൻഡിവിജ്വൽ അക്വയർ മീൻ ക്യാരക്ടർ വാല്യൂ ആൻഡ് വേരിയേഷൻ ഈസ് റെഡ്യൂസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നോക്കുക, ഈ 2pq എന്ന് പറയുന്നതിന്റെ നമ്പർ കൂടുതലാണ്. 50% 2 capital T small t ആണ്. ഇവിടെ നോക്കിയ വേരിയേഷൻ പീക്ക് ഗെറ്റ് ഹയർ. ഈ പീക്കിന് എന്താ സംഭവിച്ചത്? പീക്ക് ഗെറ്റ് ഹയർ. പീക്കിന് വേരിയേഷൻ വന്നു, ഇതിന് പൊക്കം കൂടി. കാരണം എന്തുകൊണ്ടാ? കൂടുതൽ ഇൻഡിവിജ്വൽസിന് മീൻ ക്യാരക്ടർ വാല്യൂ ആണ്. അതെന്തായി? നാരോ ആയിട്ട് മാറി. അതാണ് സ്റ്റെബിലൈസിംഗ് സെലക്ഷൻ. സ്റ്റെബിലൈസിംഗ് മീൻ ക്യാരക്ടർ വാല്യൂ, അത് ആവറേജ് മീൻ ക്യാരക്ടർ വാല്യൂ ഉള്ളവരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു പോപ്പുലേഷനിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പീക്ക് നാരോ ആകും, അതിൻ്റെ ഹൈറ്റ് കൂടും. അതിനെ പറയുന്ന പേരാണ് സ്റ്റെബിലൈസിംഗ്. രണ്ടാമത്തെ നോക്കിയേ, രണ്ടാമത്താണ് ഡയറക്ഷണൽ സെലക്ഷൻ.
individual of one extreme value other than mean character എന്ന് പറഞ്ഞാൽ എന്താ? either this one or this one, ഏതെങ്കിലും ഒരെണ്ണം, ഒന്നുകിൽ ഹോമോസൈഗസ് ഡോമിനന്റ് ആകാം അല്ലെങ്കിൽ ഹോമോസൈഗസ് റെസസീവ് ആകാം. അതിനെ നേച്ചർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ പറയും ഡയറക്ഷണൽ. അതുകൊണ്ടാണ് പീക്ക് ഷിഫ്റ്റ് ഇൻ വൺ ഡിറക്ഷൻ. വൺ ഡിറക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണത്തിന്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പീക്ക് നോക്കി, പീക്കിന് ഹൈറ്റ് കുറഞ്ഞു, ഇവിടെ എന്തായി? ബ്ലണ്ട് ആയിട്ട് മാറി, ഉരുണ്ട് വന്നു. അതാണ് സെക്കൻഡ് വൺ, ഡയറക്ഷണൽ. ഇനി വൺ ഓഫ്, ആ വൺ മീനല്ലാതെ ഏതെങ്കിലും ഒരെണ്ണം. അതാണ് ഞാൻ പറഞ്ഞത്, ഐദർ ക്യാപിറ്റൽ ടി ഓർ സ്മോൾ ടി. ഇനി ലാസ്റ്റ് നോക്കുക, ഡിസ്റപ്റ്റീവ്. ഡിസ്റപ്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഓഫ് ബോത്ത് എക്സ്ട്രീംസ് ആർ. ബോത്ത് എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ ഇവരെയും സെലക്ട് ചെയ്യും, ഇവരെയും സെലക്ട് ചെയ്യും, രണ്ടു പേരെയും സെലക്ട് ചെയ്യുക. അവിടെ നോക്കിയേ, പീക്ക് നോക്കുക, പീക്ക് എന്തായി? കണ്ടോ, 2 പീക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 2 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇൻഡിവിജ്വൽസിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, നേച്ചർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് ഡിസ്റപ്റ്റീവ് സെലക്ഷൻ. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കുക, ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് വിത്ത് ഫീനോടൈപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇത് നോർമലി കാണുന്നത്. അത് 3 രീതിയിൽ നേച്ചർ സെലക്ട് ചെയ്യാമെന്ന്. ആ 3 രീതിയാണ് ഈ പറയുന്നത്. മീഡിയം സൈസ്ഡ് ഇൻഡിവിജ്വൽസ് ആർ ഫേവേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മീഡിയം എന്ന് പറഞ്ഞാൽ 2PQ ആണ് പറയുന്നത്, മീഡിയം സൈസ്ഡ്. അതിൽ 3 ഫോംസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഇത് സ്റ്റെബിലൈസിൽ ആരാണ്? മീഡിയം സൈസ്ഡ് ആണ്, ഇന്റർമീഡിയറ്റ് ആണ്, ഹെറ്ററോസൈഗസ് കണ്ടീഷൻ ആണ്. അപ്പോൾ പോപ്പുലേഷനിലുള്ള ഓർഗാനിസത്തിന്റെ നമ്പർ കൂടുതലായിരിക്കും. രണ്ടാമത്തേൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അത് ഡയറക്ഷണൽ ആണ്. ഏതെങ്കിലും ഒരെണ്ണത്തിന്, ഒന്നുകിൽ ക്യാപിറ്റൽ ടി അല്ലെങ്കിൽ സ്മോൾ ടി, അങ്ങനെയാണെങ്കിൽ ഡയറക്ഷൻ. ഇവിടെ ഡയറക്ഷൻ ഇങ്ങനെ വരച്ചിട്ടുണ്ട്, കണ്ടോ? ഇത് ഡയറക്ഷണൽ, ഏതെങ്കിലും ഒരെണ്ണം. മൂന്നാമത് ഡിസ്റപ്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 2 പേരെയും, 2 എക്സ്ട്രീംസിനെ ഒരുപോലെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഡിസ്റപ്റ്റീവ് ടൈപ്പ്. ഇതാണ് നാച്ചുറൽ സെലക്ഷൻ്റെ 3 ടൈപ്സ്. ഇതാണ്. അപ്പം നമ്മൾ എന്താ പറഞ്ഞത്? ഹാഡി വെയിൻബർഗ് ആ ഇക്വിലിബ്രിയത്തെ, ആ 1 എന്ന് പറയുന്ന കോൺസ്റ്റൻസിയെ ചേഞ്ച് ചെയ്യുന്ന 5 ഫാക്ടേഴ്സ് ആണ് പറഞ്ഞത്. ഏതൊക്കെയാണ് 5 ഫാക്ടേഴ്സ് പറഞ്ഞത്? ഫസ്റ്റ് വൺ ഏതാ പറഞ്ഞത്? ഫസ്റ്റ് വൺ gene migration, second one genetic drift, third mutation, fourth genetic recombination and last natural selection. ഇതാണ് 5 ഫാക്ടേഴ്സ്. അതിനകത്ത് നാച്ചുറൽ സെലക്ഷന് തന്നെ 3 തരത്തിലുള്ള നാച്ചുറൽ സെലക്ഷൻസ് ഉണ്ട്. സ്റ്റെബിലൈസിങ് സെലക്ഷൻ, മീൻ ക്യാരക്ടർ വാല്യൂ അക്യൂർ ചെയ്യുന്നത്. ഡയറക്ഷണൽ എന്ന് പറഞ്ഞാൽ എനി വൺ ഓഫ് ദി എക്സ്ട്രീമിറ്റീസ്. ഡിസ്റപ്റ്റീവ് എന്ന് പറഞ്ഞാൽ 2 ഡിഫറെൻറ്റ് എക്സ്ട്രീമിറ്റീസ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഫസ്റ്റ് ഈസ് അഡാപ്റ്റീവ് റേഡിയേഷൻ. അതിൽ ഡാർവിൻ ഫിഞ്ചസ് പറഞ്ഞു, ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസ് പറഞ്ഞു. ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസിൻ്റെ പാരലൽ എവല്യൂഷൻ കൂടിയാണ്, അതും പറഞ്ഞു. ദെൻ ഹാഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം ആൻഡ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഹാഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം. ഓക്കെ, താങ്ക് യു.